ഹലോ. 4 കിലോ അരി ഇട്ടുവേനി റേഷൻ പീടിയെന്ന് ആകെ ഗവൺമെന്റ് നിന്ന് കിട്ടിയ ഒരു മുതൽ തന്നെയാണ് 4 കിലോ അരി. നമ്മളെ ബെരല് വിടായം കൊണ്ട് അരി നിർത്തി. പ്രവാസികൾക്ക് മൊത്തത്തിൽ അവഹേളന ഏത് സർക്കാർ വന്നാലും. 4 കിലോ അരി പറഞ്ഞാൽ ഒരു ദിവസം 125 ഗ്രാം അരി അതിന് തന്നീനെ. അപ്പൊ എന്റെ ബെരല് വിടായം കൊണ്ട് അത് പോയി. ബെരലിപ്പോ അതിനായിട്ട് അവിടെ വെച്ച് പോരാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ പ്രവാസികളെ ഊമ്പിക്കാൻ കഴിയും? അങ്ങനത്തെ ഒക്കെ ഊമ്പിക്കുന്നുണ്ട്. നമ്മൾ വെറും പൊട്ടന്മാര്. നമ്മൾ എന്ത് വന്നാലും താങ്ങി കൊടുക്കന്നെ, ഗവൺമെന്റിന് താങ്ങി കൊടുക്കന്നെ, കുറെ നേതാക്കന്മാരും താങ്ങി കൊടുക്കന്നെ. ഇവിടെ വരുമ്പോ വല്ല സൽക്കാരവും കാര്യങ്ങളും അരി പോയ കൊണ്ടല്ല കേട്ടോ, ഒരു അവഹേളനായിട്ട് എനിക്കത് തോന്നുന്നു. എന്താ വെച്ചാല് നമ്മളിപ്പോ ഇവിടെ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, നമുക്ക് എപ്പോഴും നാട്ടിൽ പോകേണ്ടി വരുമല്ലോ. അപ്പൊ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ലക്ഷക്കണക്കിന് ശമ്പളം പിരിഞ്ഞു പോകുമ്പോ 22 ലക്ഷം 30 ലക്ഷം, പിന്നെ അവന്റെ ജീവിതകാലം മുഴുവൻ പകുതി ശമ്പളം പെൻഷന്. ഓൽക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് നാടും വീടും വിട്ടിട്ട് തൊഴിൽ ചെയ്യണ അമ്മക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞമ്മക്ക് ഇവിടെ നമ്മൾ ഓലേക്കായും വലിയ ഗവൺമെന്റ് ജോലി ഇവിടെ ചെയ്യണേന്നാ. ഇവിടെ 850 ഉറുപ്പ്യക്ക് തന്നെ നാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരില്ലേ, 850 1000 ഉറുപ്പ്യക്ക് തന്നെ ഇവിടുന്ന് കിട്ടണുള്ളൂ കുറെ ആൾക്കാർക്ക്. എന്നിട്ട് ഓല ആണ് വിരല് വെക്കാൻ അവിടെ ഇല്ല, ഗൾഫിലാണ്, അതുകൊണ്ട് റേഷൻ ഇല്ല. അതൊക്കെ പോട്ടെ. ഏതായാലും ഇപ്പൊ അൻവർ അതാ DMK ഒരു പാർട്ടി ഉണ്ടാക്കിയാണ്. അൻവറിന് നിങ്ങൾക്ക് ജനങ്ങൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാല്, ഈ പാർട്ടിയിലൊന്നും നടന്നുകൊണ്ട് ഒരു കാര്യമല്ല. നടക്കണ കുറച്ച് ആൾക്കാരുണ്ടാവും അവന്റെ ചിങ്കിടികള്, ഓൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇനി ഇതിൽ കുറെ എണ്ണം കട്ടുമുടിച്ച് പൈസ ഉണ്ടാക്കും. അല്ലാണ്ട് DMK അൻവർ ഓനെ മനസ്സിലായിട്ട് ഉദിച്ച് എനിക്ക് ഒരു പാർട്ടി ഉണ്ടാക്കണം, അതിന് കുറെ ആൾക്കാർ വാണം പൊടിച്ച് അതിന്റെ പിന്നാലെ നടക്കുക. അങ്ങനൊന്നും പണിയില്ല. എങ്ങനെമാര് നിങ്ങളൊന്നും മനുഷ്യന്മാരല്ലേ? ഞാൻ അറിയാറ്റ് ചോദിക്കുക. അൻവറിന് സ്വന്തം എനിക്ക് തോന്നുന്നു ഞാനൊരു പാർട്ടി ഉണ്ടാക്കണം, ആയി ഊമ്പിച്ചാൻ കുറെ ആൾക്കാർ പിന്നാലെ നടക്കുക. ഓന്റെ ഇതിന് നടക്കുക. നിങ്ങളൊക്കെ ഓനെന്നല്ല അൻവറിന്നല്ല ആരെന്നായാലും ഞാനൊരു പാർട്ടിയിൽ ഉറച്ചിട്ടുണ്ട്. അതിന് എന്തെന്നെ ആയാലും ഞാൻ അതിൽ തന്നെ നിൽക്കണുള്ളൂ. ഇനിയിപ്പൊ അൻവർ വേറെ DMK ഉണ്ടാക്കി മുഹമ്മദ് മറ്റേ ഉണ്ടാക്കിയാൽ ഞാൻ പോകാൻ നിൽക്കില്ല. ഒരാള് പറയണതാണ് നിങ്ങളെ വ്യക്തിത്വം. ഓനൊരു പാർട്ടി ഉണ്ടാക്കുക, ഓന് തോന്നുക ഇതിലും വലിയ വർഗീയത നരേന്ദ്രമോദി പിന്നെ അമിത്ഷാ ഉണ്ടാക്കിയിട്ട് ഓല് പിന്നെ ഗുജറാത്തിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആയിരിക്കണം നരേന്ദ്രമോദി. പിന്നെ ഈ അൻവർ പറയണ കളകള. ഈ അൻവർ ഇപ്പൊ DMK ഉണ്ടാക്കിയിട്ട് നാട് നന്നാകുമോ? അൻവർ ഇപ്പൊ DMK എന്ന പാർട്ടി ഉണ്ടായ കേരളം നന്നാകുമോ? ഒന്ന് ചങ്ങായിമാരായിരുന്നു. ഓനൊക്കെ ഓന്റെ കാര്യത്തിന് വേണ്ടി നടക്കുക. എന്നിട്ട് അതിന്റെ പിന്നാലെ പണി ലീവാക്കിയിട്ട് കുറെ മഞ്ചേരി മീറ്റിംഗ്, മറച്ചോടത്ത് മീറ്റിംഗ്. എന്താ അൻവർ എങ്ങന്മാരെ മരിച്ചു പോകുമ്പോ ഈ അൻവറും ഒരു ബാപ്പി ഉണ്ടാവില്ല നമ്മളെ കവറിലൊന്നും. അൻവറിന്റെ കുടുംബമൊക്കെ സേഫാണ്. ഓനൊന്നും ഒരു ബുദ്ധിമുട്ടും പാരാത്തും കഷ്ടമുള്ള. ഇത് ബുദ്ധിമുട്ടും പാരാത്ത കുറെ ആൾക്കാർ അൻവർ ഉയര് എന്ത് ഉയര്. അൻവറിന് ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ പിന്നെ ഒതായി അങ്ങാടി 1999 ആ കാലഘട്ടത്തിൽ അൻവർ എന്താണ്? അൻവർ ഇത്ര വലിയ നല്ലോണമെന്നല്ല. പിന്നെ അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടല്ല അൻവർ ഉയര്. നിങ്ങൾക്കൊന്നും ഉളുപ്പില്ല എങ്ങനെമാര്. ഓരോരുത്തർ ഓല ഇഷ്ടത്തിന് പാർട്ടി ഉണ്ടാക്കുക, എന്നിട്ട് അതിലിങ്ങനെ നടക്കുക. ഇതിലൊക്കെ അത്രയും നക്കി തിന്നുന്ന ആൾക്കാരെ ഓന്റെ ഒപ്പൊക്കെ പോവുള്ളൂ. അല്ല, ഞാൻ തമാശ പറയല്ല. ഒരാളെ വ്യക്തിന്റെ ഒരു ഇതിനല്ല നമ്മളൊരു നിലവാരം, നമ്മളൊരു വ്യക്തിത്വം, ഞമ്മക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഒറ്റ നാളെ പാർട്ടി ഉണ്ടാക്കി എന്നിട്ട് കുറെ ആൾ അങ്ങോട്ട് കൊണ്ട്, അല്ലെങ്കിലേ പാർട്ടി കൊണ്ട് പിന്നെ നടക്കാൻ വയ്യ നാട്ടില്. പ്രവാസികളെല്ലാം താങ്കൾ നിർത്തിയോളി. ഞമ്മക്കൊരു മക്ക കിട്ടുന്ന സ്കോളർഷിപ്പ് വരെ തരലില്ല. പ്രവാസികളെങ്ങനെ അവഹേളിക്കണം. ഇനി കുറെ രാഷ്ട്രീയ പാർട്ടി ഇല്ല, DMK ചേലക്കാണ പോകാൻ പറയും എല്ലാന്ന്.